ഇന്ത്യൻ വാഹന വിപണിയിൽ പുത്തൻ വാഹനങ്ങളെ സമ്മാനിച്ച 2021 അങ്ങനെ അവസാനിക്കുകയാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളായി കൊറോണ എന്ന മഹാമാരിയെ ലോകം അതിജീവിക്കുമ്പോഴും വാഹന വിപണിയിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ച വർഷങ്ങളായിരുന്നു 2020-21 വർഷങ്ങൾ. പുതുവർഷം പിറക്കുമ്പോൾ വാഹന വിപണിക്കും പ്രതീക്ഷകൾ ഏറെയാണ്. എന്നത്തെയും പോലെ തന്നെ വരാനിരിക്കുന്ന വർഷവും പുതുപുത്തൻ മോഡലുകളുമായി കളം നിറയാനാണ് വാഹന നിർമ്മാതാക്കൾ തയ്യാറെടുക്കുന്നത്. നിരവധി പുതിയ കാറുകൾ ഇന്ത്യൻ നിരത്തുകളിലെത്താൻ തയ്യാറായിരിക്കുന്ന വർഷമാണ് 2022. അതുകൊണ്ട് തന്നെ 2022 തീർച്ചയായും രാജ്യത്തെ വാഹനപ്രേമികൾക്ക് ആവേശകരമായ വർഷമായിരിക്കും എന്നുറപ്പ്. പുതിയ SUV-കൾ, MPV-കൾ, സെഡാനുകൾ, ഹാച്ച്ബാക്കുകൾ എന്നിവയുടെ ഒരു ശ്രേണി തന്നെ വരുന്ന 2022 ഉണ്ടായിരിക്കും. കാർ നിർമ്മാതാക്കൾ അവരുടെ നിലവിലുള്ള മോഡലുകളുടെ ന്യൂ ജനറേഷൻ ഫേസ് ലിഫ്റ്റ് പതിപ്പുകളും പുറത്തിറക്കാൻ തയ്യാറെടുക്കുന്ന വർഷം കൂടിയാണ് 2022. നിലവിൽ ഇന്ത്യൻ വാഹന വിപണിയിൽ ഇലക്ട്രിക്കിന്റെ സാന്നിധ്യം കുറവാണെങ്കിലും വരാനിരിക്കുന്നത് നിരവധി വാഹനങ്ങളാണ്. അടുത്ത വർഷം EV വിപണിക്ക് പുത്തൻ ഉണർവായിരിക്കും ലഭിക്കുക. ഹലോ കാർ ഫാക്ടറി ഫ്രണ്ട്സ്, ഇന്ത്യൻ വാഹന വിപണി കീഴടക്കാൻ 2022 നിരത്തിലെത്തുന്ന മോഡലുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സമയം കളയാതെ അവ ഏതെല്ലാമെന്ന് നോക്കാം. അപ്പോൾ 2022 വരാനിരിക്കുന്ന ആദ്യത്തെ വണ്ടി ഏതാണെന്ന് നോക്കാം. സിട്രോൺ C3 കോമ്പാക്ട് SUV മാർക്കറ്റ് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മോഡലാണ്. ഫ്രഞ്ച് കാർ നിർമ്മാതാക്കളായ സിട്രോണിൽ നിന്ന് 2022 വരാനിരിക്കുന്ന സിട്രോൺ C3. സിട്രോണിന്റെ C-ക്യൂബ്ഡ് പ്രോഗ്രാമിന് കീഴിലുള്ള 3 മോഡലുകളിൽ ആദ്യത്തേതാണ് C3. ഇന്ത്യ, സൗത്ത് അമേരിക്ക തുടങ്ങിയ വളർന്നുവരുന്ന മാർക്കറ്റുകൾക്കായി പ്രത്യേകം വികസിപ്പിച്ചെടുത്ത വാഹനമാണിത്. ഇന്ത്യയിൽ 90% പ്രാദേശികവൽക്കരണത്തോടെയാകും വാഹന വിപണിയിലെത്തുക. ക്രോസ് ഓവർ സൂചനകളുണ്ടെങ്കിലും C3 ഒരു കോമ്പാക്ട് SUV ആണ്. ഒരു ട്വിസ്റ്റോട് കൂടിയ ഹാച്ച്ബാക്ക് എന്നാണ് സിട്രോൺ CEO വിൻസെന്റ് കോബി C3യെ വിശേഷിപ്പിച്ചത്. ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ്, ബോണറ്റ്, ഡ്രൈവിംഗ് പൊസിഷൻ എന്നിവയുള്ള 3.98 മീറ്റർ നീളമുള്ള വാഹനമാണിത്. സിട്രോണിന്റെ ഡുവൽ സ്ലാറ്റ് ഗ്രില്ലിനൊപ്പം ഒരു ജോഡി സ്പ്ലിറ്റ് LED ഹെഡ്ലാമ്പുകളാണ് മുന്നിൽ നിന്ന് നോക്കിയാൽ ആദ്യം കാണുക. സിട്രോൺ ലോഗോ ഗ്രില്ലിൽ ഭംഗിയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹെഡ്ലാമ്പ് ക്ലസ്റ്ററിൽ LED ഡേ ടൈം റണ്ണിംഗ് ലാമ്പുകളുമായി ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഡാഷ്ബോർഡിൽ വീതിയിൽ തിളങ്ങുന്ന ഓറഞ്ച് പാനലുമായാണ് വാഹനം എത്തുന്നത്. സിട്രോണിന്റെ ആകർഷകമായ ഡിസൈൻ തീം എക്സ്റ്റീരിയറിൽ മാത്രമല്ല ഇന്റീരിയറിലും ആവിഷ്കരിച്ചിരിക്കുന്നു. ഇന്റീരിയറിൽ എയർകോൺ വെന്റുകൾ, ആൻഡ്രോയിഡ് ഓട്ടോ, 10-ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വിത്ത് ആപ്പിൾ കാർപ്ലേ, സ്മാർട്ട് ഫോൺ ഹോൾഡർ എന്നിവയും C3യുടെ പ്രത്യേകതയാണ്. എക്സ്റ്റീരിയർ പോലെ ഡാഷ്ബോർഡ് പാനലിന്റെയും സീറ്റ് ഹാബ്രിക്കുകളുടെയും കളർ ഇഷ്ടാനുസൃതമായി കസ്റ്റമൈസ് ചെയ്യാനും കഴിയും. 3-സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, മാനുവൽ എയർകോൺ കൺട്രോൾസ്, ഹെഡ്റെസ്റ്റുകളുള്ള സിംഗിൾ പീസ് ഫ്രണ്ട് സീറ്റ് എന്നിവയും വാഹനത്തിന്റെ ആകർഷകമാണ്. 1.2 ലിറ്റർ ടർബോ ചാർജഡ് ഫ്ലെക്സ് ഡുവൽ എഞ്ചിനോ അല്ലെങ്കിൽ 1.6 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനോ ആയിരിക്കും സിട്രോൺ C3 SUVക്ക് തുടിപ്പേകുന്നത്. വരാനിരിക്കുന്ന സ്പോർട്ട് യൂട്ടിലിറ്റി വാഹനത്തിന് ബ്രാൻഡിന്റെ തന്നെ പ്രീമിയം വാഹനമായ C5 എയർക്രോസിലേതിന് സമാനമായ ആധുനിക ഫീച്ചർ സവിശേഷതകളും ലഭിച്ചേക്കും. 2022 ജനുവരിയിൽ സിട്രോൺ C3 SUV ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിൽ 8 ലക്ഷത്തിനും 12 ലക്ഷം രൂപയ്ക്കും ഇടയിലായിരിക്കും വാഹനത്തിനായി മുടക്കേണ്ടി വരുന്ന വില. അടുത്ത വർഷം ഇന്ത്യയിൽ ഇറങ്ങുന്ന മറ്റൊരു കാറാണ് സ്കോഡ സ്ലാവിയ. ഇന്ത്യ 2.0 പ്രോജക്റ്റിനു കീഴിൽ സ്കോഡ കുഷാക്കിന് ശേഷം SUV മോഡലുകൾക്കിടയിലേക്ക് വ്യത്യസ്തനാവാനെത്തുന്ന C-സെഗ്മെന്റ് സെഡാനാണ് സ്കോഡ സ്ലാവിയ. iQB A0 പ്ലാറ്റ്ഫോമിന്റെ ഇന്ത്യൻ വകഭേദം iQB A0 IN പ്ലാറ്റ്ഫോമിലാണ് വാഹനത്തിന്റെ നിർമ്മാണം. ചെക്ക് റിപ്പബ്ലിക്കൻ വാഹന നിർമ്മാതാക്കളായ സ്കോഡയുടെ അടുത്ത വലിയ അവതരണമായിരിക്കും ഇത്. ഇതിനോടകം ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്ന് വെളിപ്പെടുത്തിയ മോഡലിനെ ഏറെ പ്രതീക്ഷയോടെയാണ് വാഹനപ്രേമികൾ കാത്തിരിക്കുന്നത്. ആക്റ്റീവ്, ആംബിഷൻ, സ്റ്റൈൽ എന്നീ പേരുകളിലായി 3 പെട്രോൾ എഞ്ചിൻ വേരിയന്റുകളിലായാണ് വാഹനം വിപണിയിലെത്തുക. ക്രൂയിസ് കൺട്രോളുകൾ അടങ്ങിയ 2-സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ, 10-ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്നിവയാണ് ഇന്റീരിയർ അലങ്കരിക്കുന്നത്. കൂടാതെ ടോപ്പ് എൻഡ് വേരിയന്റിൽ 8-ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, 10-ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, മൈ സ്കോഡ കാർ കണക്ടിവിറ്റി ഫീച്ചറുകൾ, വെന്റിലേറ്റഡ് സീറ്റുകൾ, 6 സ്പീക്കറും ഒരു സബ് വൂഫറോട് കൂടിയ മ്യൂസിക് സിസ്റ്റം, ഓട്ടോ ഹെഡ്ലാമ്പ്, റെയിൻ സെൻസറിംഗ് വൈപ്പറുകൾ, 6 എയർ ബാഗ്, ആന്റി കൊളീഷൻ ബ്രേക്ക് സിസ്റ്റം തുടങ്ങിയ ഫീച്ചറുകളും പുതിയ വാഹനത്തിലുണ്ട്. 115 HP പവർ ജനറേറ്റ് ചെയ്യുന്ന 1 ലിറ്റർ TSI എഞ്ചിനും 150 HP പവറും 250 Nm ടോർക്കും നൽകുന്ന 1.5 ലിറ്റർ എഞ്ചിനുമാണ് വാഹനത്തിൽ വരുന്നത്. 1 ലിറ്റർ എഞ്ചിന്റെ കൂടെ 6 സ്പീഡ് മാനുവൽ, 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സും 1.5 ലിറ്റർ എഞ്ചിന്റെ കൂടെ DSG ഗിയർ ബോക്സും ഉണ്ടായിരിക്കും. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് സ്കോഡ സ്ലാവിയയെ ഇന്ത്യയിൽ അവതരിപ്പിക്കാനാണ് സ്കോഡ പദ്ധതിയിടുന്നത്. ഏകദേശം 10 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെയാണ് വാഹനത്തിന്റെ എക്സ് ഷോറൂം വില പ്രതീക്ഷിക്കുന്നത്. ഇനി ഇന്ത്യക്കാരുടെ അഭിമാനമായ ഒരു SUV ആണ്.
മഹീന്ദ്ര സ്കോർപിയോ. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ചരിത്രം തന്നെ മാറ്റിയെഴുതിയ വാഹനമാണ് സ്കോർപിയോ. അത്രകാലവും വില്ലീസ് ജീപ്പുകളുടെ വിവിധ തരത്തിലുള്ള അനുകരണങ്ങളെ നിരത്തിലെത്തിച്ചുകൊണ്ടിരുന്ന മഹീന്ദ്രയെ അക്ഷരാർത്ഥത്തിൽ ഒരു ആഗോള ബ്രാൻഡാക്കി ഉയർത്തിയത് ഈ SUV ആയിരുന്നു. സ്കോർപിയോയ്ക്ക് ന്യൂ ജനറേഷൻ മോഡലിനെ അണിയിച്ചൊരുക്കുന്ന തിരക്കിലാണ് മഹീന്ദ്ര എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സ്കോർപിയോ SUV കമ്പനി ആദ്യമായി അവതരിപ്പിച്ചത് 2002 ജൂൺ 20-നായിരുന്നു. അതുകൊണ്ട് തന്നെ വാഹനം വിജയകരമായ 20 വർഷങ്ങൾ പൂർത്തിയാക്കിയത് മഹീന്ദ്രയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് വാഹനത്തിന്റെ 20-ാം വാർഷികം ആഘോഷിക്കുന്നതിനായി അതേ ജൂൺ 20-ന് തന്നെ ന്യൂ ജനറേഷൻ മോഡൽ പുറത്തിറക്കിയേക്കും എന്നുമാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയിൽ പുതിയ താറിനെ അവതരിപ്പിച്ചതു മുതൽ മഹീന്ദ്രയുടെ നിലവാരം തന്നെ മാറിയെന്ന് വേണം പറയാൻ. പിന്നീടെത്തിയ XUV 700 SUV ജനഹൃദയങ്ങളിലേക്ക് ഇരച്ചുകയറി. ഇതോടെ വരാനിരിക്കുന്ന സ്കോർപിയോയിലേക്കും ആകാംക്ഷയോടെയാണ് വാഹനപ്രേമികൾ നോക്കിക്കാണുന്നത്. 2022 വരുന്ന മഹീന്ദ്ര സ്കോർപിയോയ്ക്ക് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ, ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റിയുള്ള വലിയതും പുതിയതുമായ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ, ഡുവൽ ടോൺ ഡാഷ്ബോർഡ് എന്നിവ വാഗ്ദാനം ചെയ്യുന്ന കൂടുതൽ ഫീച്ചറുകൾ നിറഞ്ഞ ഇന്റീരിയർ ഉണ്ടായിരിക്കും. കൂടാതെ ഒരു ഇലക്ട്രിക് സൺറൂഫ്, കണക്റ്റിംഗ് കാർ ഫീച്ചേഴ്സ്, ഒരു സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോളും ഫീച്ചറുകളിൽ ഉൾപ്പെടും. ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിന് മുമ്പ് മഹീന്ദ്ര പുതിയ സ്കോർപിയോ പുറത്തിറക്കുമെന്നാണ് സൂചന. മുൻഗാമിയിൽ നിന്നും ഏറെ വ്യത്യസ്തവും പുതുമയുള്ളതുമായിരിക്കും സ്കോർപിയോയുടെ ന്യൂ ജനറേഷൻ മോഡൽ. നിരവധി നൂതന ഡ്രൈവർ സഹായ സാങ്കേതിക വിദ്യകളും മോഡൽ പരിചയപ്പെടുത്തിയേക്കും. നെക്സ്റ്റ് ഇയർ ഇറങ്ങുന്ന മറ്റൊരു SUV 7 സീറ്റർ മോഡലാണ് ജീപ്പ് മെറിഡിയൻ. ഇന്ത്യൻ വാഹന വിപണിയുടെ മുഖച്ഛായ തന്നെ മാറ്റിക്കൊണ്ട് 2017-ലാണ് അമേരിക്കൻ ഐക്കണിക് വാഹന കമ്പനിയായ ജീപ്പ് ഇന്ത്യയിലെത്തിയത്. ഇന്ത്യയിൽ റാംഗ്ലർ, കോമ്പസ് എന്നീ മോഡലുകളാണ് നിലവിൽ ജീപ്പ് അവതരിപ്പിച്ചിരുന്നത്. ജീപ്പ് കോമ്പസിനെ അടിസ്ഥാനമാക്കി ജീപ്പ് പുതിയൊരു മോഡൽ വികസിപ്പിക്കുന്നുവെന്ന വാർത്ത കഴിഞ്ഞ കുറച്ചു നാളുകളായി കേട്ടു തുടങ്ങിയിട്ട്. ജീപ്പ് കോമ്പസിന് മുകളിലായും റാംഗ്ലറിന് താഴെയുമായി എത്തുന്ന ഈ മോഡലിന്റെ പേര് മെറിഡിയൻ എന്നാണ്. ജീപ്പ് കോമ്പസ് SUVയുടെ 7 സീറ്റർ മോഡലാണ് ജീപ്പ് മെറിഡിയൻ. കമാൻഡർ എന്ന പേരിൽ വാഹനം അടുത്തിടെ തെക്കേ അമേരിക്കൻ വിപണികളിൽ അവതരിപ്പിച്ചിരുന്നു. കൂടാതെ 7 സീറ്റർ മെറിഡിയൻ SUV 5 സീറ്റർ ജീപ്പ് കോമ്പസിനേക്കാൾ പ്രീമിയം വിലയെ ന്യായീകരിക്കാൻ ഇന്റീരിയറിൽ നിരവധി പ്രീമിയം ഫീച്ചറുകളും കാര്യമായ മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഫ്രീ സ്റ്റാൻഡിംഗ് ടച്ച് സ്ക്രീനും ചേർന്ന കോമ്പസിന്റെ ഏറെക്കുറെ സമാനമായ ഡാഷ്ബോർഡാണ് ജീപ്പ് മെറിഡിയന്റെ ഇന്റീരിയറിൽ ഒരുങ്ങുന്നത്. കൂടാതെ വെന്റിലേറ്റഡ് സീറ്റ്, പനോരമിക് സൺറൂഫ്, വലുപ്പമേറിയ ടച്ച് സ്ക്രീൻ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം തുടങ്ങി ഫേസ് ലിഫ്റ്റ് ജീപ്പ് കോമ്പസിലെ സൗകര്യങ്ങളും സംവിധാനങ്ങളുമെല്ലാം മെറിഡിയനിലും ഉണ്ടാവും. കൂടുതൽ ലക്ഷറിക് പ്രതീതിക്കായി ഉയർന്ന ഗുണമേന്മയുള്ള സാമഗ്രികൾ ഉപയോഗിച്ചാവും ഇന്റീരിയർ രൂപകൽപ്പന ചെയ്യുന്നത്. 1.3 ലിറ്റർ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ 2.0 ലിറ്റർ മൾട്ടിജെറ്റ് ഡീസൽ യൂണിറ്റ് എന്നീ 2 എഞ്ചിൻ ഓപ്ഷനുകളോടെയായിരിക്കും ജീപ്പ് മെറിഡിയൻ എത്തുന്നത്. കൂടാതെ ഗിയർ ബോക്സ് ഓപ്ഷനുകളിൽ 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 9 സ്പീഡ് ഓട്ടോമാറ്റിക് എന്നിവയും ഉൾപ്പെടും. 2022-ന്റെ രണ്ടാം പകുതിയിൽ ജീപ്പ് ഈ SUV പുറത്തിറക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 2020-21 ഇന്ത്യൻ വാഹന വിപണിയിൽ വിപ്ലവം സൃഷ്ടിക്കുകയും വാഹനപ്രേമികളുടെ മനസ്സ് കീഴടക്കുകയും ചെയ്ത ചില വാഹനങ്ങളുണ്ട്. അതിൽ തന്നെ മുൻപന്തിയിൽ വരും കൊറിയൻ കമ്പനിയായ കിയയുടെ സെൽറ്റോസ്, കിയ സൊനറ്റ് എന്ന ഈ 2 SUVകൾ. കിയ കാർണിവൽ MPVക്ക് ശേഷം 2022-ൽ മറ്റൊരു കാർ കൂടി പുറത്തിറക്കുകയാണ് കിയ മോട്ടേഴ്സ്. ഇന്ത്യയിലെ കിയ ആരാധകരും MPV വാഹനങ്ങളെ ഇഷ്ടപ്പെടുന്നവരും ഒരുപോലെ കാത്തിരിക്കുന്ന വാഹനമാണ് ഡിസംബർ 16-ന് കിയയിൽ നിന്ന് പുറത്തിറങ്ങാനൊരുങ്ങുന്ന കാരൻസ് എന്ന MPV. കിയ മോട്ടോഴ്സ് ഏറ്റവും ആദ്യം ഇന്ത്യൻ നിരത്തുകളിൽ എത്തിച്ച സെൽറ്റോസ് എന്ന മിഡ് സൈസ് SUVയെ അടിസ്ഥാനമാക്കിയാണ് കാരൻസും ഒരുങ്ങിയിട്ടുള്ളത്. പ്രൊഡക്ഷൻ മോഡലിലേക്ക് എത്തുമ്പോൾ ലുക്കിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഇന്ത്യൻ നിരത്തുകളിൽ ഹ്യൂണ്ടായിയുടെ അൽക്കാസാർ, മഹീന്ദ്ര XUV 700, ടാറ്റ സഫാരി തുടങ്ങിയ SUVകളും ഇന്ത്യൻ MPV ശ്രേണിയുടെ മേധാവികളിലൊന്നായ എർട്ടിഗയോടും ഈ വാഹനം മത്സരിക്കും. കിയയുടെ മറ്റു വാഹനങ്ങൾക്ക് സമാനമായി ബോൾഡ് ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കും കാരൻസിലും നൽകുക. കിയയുടെ സിഗ്നേച്ചർ ടൈഗർ നോസ് ഗ്രിൽ, LED ഹെഡ് ലാമ്പ്, ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകളും ഉൾപ്പെടെ ഹൈടെക് സ്റ്റൈലിംഗ് ഡീറ്റെയിൽസ് ആണ് എക്സ്റ്റീരിയറിൽ ഒരുക്കിയിട്ടുള്ളത്. SUVയുടെ ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന തരത്തിലാണ് ഈ വാഹനത്തിന്റെ ഓരോ വശവും ഒരുക്കിയിട്ടുള്ളത്. പിൻഭാഗം മറ്റ് കിയ വാഹനങ്ങൾക്ക് സമാനമായാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 10.25 ഇഞ്ച് വലിപ്പമുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് ഇന്റീരിയറിലെ ആകർഷണം. ഡോർ പാഡുകളിൽ ക്രോം ഗാർണിഷുകൾ നൽകിയിട്ടുള്ളത് ഇന്റീരിയറിനെ പ്രീമിയം ആക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. ഗിയർ ലിവർ, സ്റ്റിയറിംഗ് വീൽ തുടങ്ങിയ ഫീച്ചറുകൾ സെൽറ്റോസിനും സോണറ്റിനും സമാനമായതാണ് കാരൻസിലും ഒരുക്കിയിട്ടുള്ളത്. 2022-ന്റെ ആദ്യ പകുതിയിൽ കിയ കാരൻസ് അവതരിപ്പിക്കുമെന്നാണ് സൂചന. കൊറിയൻ ബ്രാൻഡിൽ നിന്നും രാജ്യത്തെത്തുന്ന 4ാമത്തെ മോഡലായിരിക്കും ഈ MPV. ഇതിനു മുന്നേ അവതരിപ്പിച്ച സെൽറ്റോസ്, കാർണിവൽ, സൊനറ്റ് എന്നീ മോഡലുകൾ വമ്പൻ വിജയമാണ് വിപണിയിൽ നേടിയെടുത്തിരിക്കുന്നത്. 1.5 ലിറ്റർ പെട്രോൾ, ഡീസൽ എഞ്ചിനുകൾക്കൊപ്പം ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിലും ഈ MPVയെ ഇന്ത്യയിൽ പ്രതീക്ഷിക്കാം. ഇന്ത്യയിൽ 12 ലക്ഷം മുതൽ 16 ലക്ഷം രൂപ വരെയായിരിക്കും വാഹനത്തിന് മുടക്കേണ്ടി വരുന്ന എക്സ്ഷോറൂം വില.
മാരുതി സുസുക്കി ജിംനി. ദീർഘനാളുകളായി ഇന്ത്യ കാത്തിരിക്കുന്ന മാരുതിയുടെ വാഹനമാണ് ജിംനി. നിലവിൽ രാജ്യത്ത് വിൽപ്പനയ്ക്കില്ലെങ്കിലും ഏവർക്കും സുപരിചിതമായ മോഡലാണിത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന വാഹനങ്ങളിലൊന്നാണ് മാരുതി സുസുക്കി ജിംനി. അന്താരാഷ്ട്ര മോഡലിൽ നിന്ന് വ്യത്യസ്തമായി സുസുക്കി ജിംനിയുടെ ഇന്ത്യൻ മോഡലിൽ 2 ഡോറുകൾ കൂടി നൽകും. അതായത് 5 ഡോർ മോഡലായിട്ടായിരിക്കും മാരുതി സുസുക്കി ജിംനി നിരത്തിലെത്തുന്നത്. ഇന്ത്യൻ നിരത്തുകളിൽ നിന്ന് ജിപ്സി പിൻവലിക്കുമ്പോൾ മാരുതി നൽകിയ വാക്കാണ് ജിപ്സിയേക്കാൾ കരുത്തനായി ജിംനി എത്തിക്കുമെന്ന്. ആ വാക്ക് 2022 ഇന്ത്യയിൽ നടപ്പാക്കാൻ പോവുകയാണ് മാരുതി സുസുക്കി. ബോക്സി രൂപത്തിലാണ് ജിംനി ഒരുക്കിയിട്ടുള്ളത്. റൗണ്ട് ഷേപ്പിലുള്ള ഹെഡ്ലാമ്പ്, ലോ സെറ്റ് ഫോഗ് ലാമ്പ്, വീതിയുള്ള വീൽ ആർച്ച്, അലോയ് വീൽ, ഹാച്ച് ഡോറിൽ നൽകിയിട്ടുള്ള സ്റ്റെപ്പിനി ടയർ, എയർ ബാഗ്, ABS, ESP, പവർ സ്റ്റിയറിംഗ്, റിവേഴ്സ് പാർക്കിംഗ് സെൻസറുമൊക്കെയുള്ള ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്നിവയാണ് ജിംനിയെ സ്റ്റൈലിഷ് ആക്കുന്നത്. 103 bhp പവറും 138 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനായിരിക്കും ഇന്ത്യയിലെത്തുന്ന ജിംനിക്ക് കരുത്തേകുകയെന്നാണ് റിപ്പോർട്ട്. അടുത്ത വർഷത്തിന്റെ 2ാം പകുതിയിൽ മാരുതി സുസുക്കി ജിംനിയെ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇനി അടുത്ത കാർ ഏതാണെന്ന് നോക്കിയാലോ. BMW iX. BMWവിന്റെ വരാനിരിക്കുന്ന ഓൾ ഇലക്ട്രിക് മുൻനിര SUV ആണ് iX. ഇന്ത്യയിലെ EV സെഗ്മെന്റിൽ കൂടുതൽ കരുത്തരാവാനാണ് ജർമ്മൻ ആഡംബര വാഹന നിർമ്മാതാക്കളുടെ പദ്ധതി. രാജ്യത്ത് പുതിയ 3 EV മോഡലുകൾ പുറത്തിറക്കാനാണ് കമ്പനി ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിൽ iX ഓൾ ഇലക്ട്രിക് SUV ആയിരിക്കും ഇന്ത്യയിൽ ആദ്യം വിൽപ്പനയ്ക്കെത്തുന്ന മോഡൽ. വരാനിരിക്കുന്ന iX ഭാവിയിലെ BMW മോഡലുകളെ സൃഷ്ടിക്കുന്ന പുതിയ മോഡുലാർ സ്കേലബിൾ ടൂൾ കിറ്റിനെ അടിസ്ഥാനമാക്കിയുള്ള ആദ്യ മോഡലായിരിക്കും. റഡാറുകൾ, ക്യാമറകൾ, സെൻസറുകൾ എന്നിവയുൾപ്പെടെയുള്ള ഇന്റലിജന്റ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റങ്ങൾ ഉൾക്കൊള്ളുന്ന സിഗ്നേച്ചർ കിഡ്നി ഗ്രിൽ ഡിസൈനും ഈ കാറിലുണ്ട്. SUVയുടെ ഇന്റീരിയറിൽ സോഫ്റ്റ് ടച്ച് മെറ്റീരിയലിൽ പൊതിഞ്ഞ മിനിമലിസ്റ്റ് ഡിസൈനോടുകൂടിയ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലൂക്ക് ക്യാബിനാണ് ബാവേറിയൻ ബ്രാൻഡ് ഒരുക്കിയെടുത്തിരിക്കുന്നത്. 105.2 കിലോവാട്ട് iX xDrive 50 ഫുൾ ചാർജിൽ 611 കിലോമീറ്റർ റേഞ്ചാണ് അവകാശപ്പെടുന്നത്. ഈ BMW ഇലക്ട്രിക് SUVക്ക് 4.6 സെക്കൻഡിനുള്ളിൽ 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയും. ഇതിനായി 515.6 bhp ഇലക്ട്രിക് പവർ ട്രെയിനാണ് BMW ഉപയോഗിച്ചിരിക്കുന്നത്. 2021 ഡിസംബർ 13 iX SUV അവതരിപ്പിക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. തുടർന്ന് അടുത്ത വർഷം വാഹനം വിൽപ്പനയ്ക്കെത്തും. ഇന്ത്യൻ വാഹന വിപണി കീഴടക്കാൻ ഒരു പിക്കപ്പ് ട്രക്ക് കൂടി വരുന്നുണ്ട് പുതിയ വർഷം. ടൊയോട്ട ഹിലക്സ്. 2022 ജനുവരി അവസാനത്തോടെ ഹിലക്സ് പിക്കപ്പ് അവതരിപ്പിക്കാൻ ടൊയോട്ട പദ്ധതിയിടുന്നു. ഇസുസു ഡിമാക്സ് അരങ്ങിവാഴുന്ന ശ്രേണിയിലേക്ക് ടൊയോട്ട ഹിലക്സ് എത്തുന്നതോടെ സെഗ്മെന്റിലെ മത്സരം കൊഴുക്കും. ആഗോളതലത്തിൽ വൻ ജനപ്രീതിയുള്ള മോഡലാണിത്. ടൊയോട്ട ഫോർച്യൂണർ, ഇന്നോവ ക്രിസ്റ്റ എന്നിവയുടെ അതേ IMV2 പ്ലാറ്റ്ഫോമിലാണ് ടൊയോട്ട ഹിലക്സ് നിർമ്മിച്ചിരിക്കുന്നത്. ടൊയോട്ട ഹിലക്സ് ആഗോളതലത്തിൽ ഒന്നിലധികം എഞ്ചിൻ ഓപ്ഷനുകളിൽ ലഭ്യമാണ്. എന്നാൽ ഇന്ത്യൻ വിപണിയിൽ അടുത്തിടെ പുറത്തിറക്കിയ ഫോർച്യൂണർ ഫേസ് ലിഫ്റ്റിന്റെ അതേ 2.8 ലിറ്റർ ഡീസൽ എഞ്ചിനാകും പിക്കപ്പിൽ വാഗ്ദാനം ചെയ്യുക. ഈ യൂണിറ്റ് പരമാവധി 201 bhp കരുത്തിൽ 500 Nm ടോർക്ക് ജനറേറ്റ് ചെയ്യാൻ ശേഷിയുള്ളതാണ്. എന്നിരുന്നാലും ഒരു പിക്കപ്പ് വാഹനമായതിനാൽ ടൊയോട്ട ഹിലക്സിന്റെ നീളം 5.3 മീറ്ററിലും അല്പം കൂടുതലായിരിക്കും. അതിനു പുറമെ ഇന്ത്യയിലെ ടൊയോട്ട ഫോർച്യൂണറിന്റെ അതേ എഞ്ചിൻ, ഗിയർ ബോക്സ് ഓപ്ഷനുകളും തന്നെയായിരിക്കും ഹിലക്സും ഉപയോഗിക്കുക. അടുത്തിടെയുള്ള പുറത്തുവന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഹിലക്സ് പിക്കപ്പ് ട്രക്കിന് 15 ലക്ഷം രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസായി കമ്പനി നിശ്ചയിക്കാൻ ഒരുങ്ങുന്നത്. ഔഡി Q7. ജർമ്മൻ ലക്ഷറി വാഹന നിർമ്മാതാക്കളായ ഔഡിയുടെ 7 സീറ്റർ SUV ആണ് ഇന്ത്യയിൽ വരാൻ പോകുന്ന ഔഡി Q7. 2022 തുടക്കത്തിൽ ഒരുപക്ഷെ ആദ്യ മാസത്തിൽ തന്നെ ഈ മോഡൽ വിൽപ്പനയ്ക്കെത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഔറംഗാബാദിലെ ഔഡി പ്ലാന്റിൽ 2022 ഔഡി Q7 SUVയുടെ പ്രാദേശിക ഉൽപാദനം ആരംഭിച്ചതായി നിർമ്മാതാക്കൾ അറിയിച്ചിരുന്നു. പുതുക്കിയ Q7 പുതുവർഷത്തിൽ ആദ്യ മാസത്തിൽ ലോഞ്ച് ചെയ്യപ്പെടുമെന്നും Q18 കീഴിൽ ഇടം പിടിച്ചേക്കുമെന്നാണ് സൂചന. ആഗോള വിപണിയിൽ പുതിയ ഔഡി Q7 6 വ്യത്യസ്ത വേരിയന്റുകളിൽ ലഭ്യമാണ്. പെട്രോൾ, ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളോടെയാണ് പുതിയ മോഡൽ ഇന്ത്യയിലെത്തുന്നത്. 8 സ്പീഡ് ടിപ്ട്രോണിക് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ഈ SUVയിലെ ട്രാൻസ്മിഷൻ കൈകാര്യം ചെയ്യുന്നത്. SUVയുടെ എൻട്രി ലെവൽ വേരിയന്റുകളിൽ ചെറിയ 2 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനും ഉണ്ടാകും. വിപണിയിലെത്തുമ്പോൾ BMW X7, മെഴ്സിഡീസ് ബെൻസ് GLS ക്ലാസ്, വോൾവോ XC90 തുടങ്ങിയ എതിരാളികളുമായാണ് 2022 ഔഡി Q7 മത്സരിക്കുന്നത്. ആഗോള വിപണികളിൽ ഇതിനകം ഈ മോഡൽ ലഭ്യമാണ്. പിൻവശത്തെ എയർ ബാഗുകൾ, അപ്ഡേറ്റഡ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്നിവ ഉൾപ്പെടുന്ന അപ്ഡേറ്റ് ചെയ്ത ഫീച്ചർ ലിസ്റ്റ് പുതിയ Q7-ൽ ഉണ്ട്. കൂടാതെ ക്യാബിൻ ലൈറ്റിംഗ്, 12-വേ പവർ, അഡ്ജസ്റ്റബിൾ ഫ്രണ്ട് സീറ്റുകൾ, ഓൾ വെതർ ഫ്ലോർ മാറ്റുകൾ എന്നിവയാണ് SUVയിലെ മറ്റ് സവിശേഷതകൾ. പുതിയ മോഡലിൽ ചേർത്തിട്ടുള്ള ഇന്റീരിയർ ഫീച്ചറുകളിൽ സ്റ്റാൻഡേർഡായി പിൻവശത്തെ എയർ ബാഗുകൾ കൂടി ഉൾപ്പെടുന്നു.
ഔഡിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും BS6 നിലവാരത്തിലുള്ള മൈൽഡ് ഹൈബ്രിഡ് എഞ്ചിനും വാഹനത്തിന്റെ പ്രത്യേകതയായിരിക്കും. വില സംബന്ധിച്ച് നിലവിൽ സൂചനകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും 80 ലക്ഷം രൂപ വരെയാണ് എക്സ്-ഷോറൂം വിലയായി പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിൽ പല സിനിമാ താരങ്ങളുടെ കാർ ശേഖരങ്ങളിൽ മിനി കൂപ്പർ സ്ഥാനം പിടിച്ചിട്ടുണ്ടാകും. മലയാളത്തിൽ മമ്മൂക്ക, ചാക്കോച്ചൻ, ടൊവിനോ തോമസ് അങ്ങനെ പല ഇൻഡസ്ട്രികളിലുമുള്ള താരങ്ങളുടെ ഗ്യാരേജിൽ കുഞ്ഞൻ കാറിന് വേണ്ടി പ്രത്യേകം ഇടം ഉണ്ടാകും. എന്നാൽ 2022 BMW ഇന്ത്യയിൽ ഇറക്കുന്നത് ഒരു ഇലക്ട്രിക് മിനിയെയാണ്, മിനി കൂപ്പർ SC. 2019 ആഗോള വിപണിയിൽ അവതരിപ്പിച്ച മിനി കൂപ്പർ SC ഇലക്ട്രിക്കുമായാണ് ഇന്ത്യയിലേക്ക് കമ്പനി എത്തുന്നത്. ഹാച്ച്ബാക്കായ മിനിയുടെ ഇലക്ട്രിക് കാറിനായുള്ള പ്രീ ബുക്കിംഗ് 2021 ഒക്ടോബർ അവസാനത്തോടെ ആരംഭിച്ച മിനി കൂപ്പർ SC ഇലക്ട്രിക് 2022 മാർച്ചിൽ ഇന്ത്യയിലെത്തുമെന്നാണ് BMWവിന്റെ ചെറുകാർ വിഭാഗമായ മിനി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും മിനി കൂപ്പറിന്റേതിന് സമാനമായി തന്നെയാണ് മിനി ഇലക്ട്രിക്കിന്റെ രൂപകൽപ്പനയും നിലനിർത്തിയിരിക്കുന്നത്. മിനി കൂപ്പറിന്റെ 3 ഡോർ മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് കൂപ്പർ SC ഇലക്ട്രിക് പതിപ്പിനെ കമ്പനി അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. സാധാരണ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സമാനമായി ഗ്രില്ല് ഭാഗം വാഹനത്തിൽ നിന്നും അപ്രത്യക്ഷമായിട്ടുണ്ട്. നിന്ന നിൽപ്പിൽ 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ഈ വാഹനത്തിന് 7.3 സെക്കൻഡ് മാത്രം മതി. 32.6 kWh ശേഷിയുള്ള ബാറ്ററിയാണ് ഇതിന് കരുത്തേകുന്നത്. അതിനാൽ ഈ ചെറിയ ഇലക്ട്രിക് കാർ 270 കിലോമീറ്റർ വരെ ഡ്രൈവിംഗ് റേഞ്ച് നൽകുന്നു. മൊത്തം 4 കളർ ഓപ്ഷനുകളാണ് ഈ ഇലക്ട്രിക് കാറിന് വാഗ്ദാനം ചെയ്യുന്നത്. നിലവിൽ കമ്പനി അതിന്റെ വില വെളിപ്പെടുത്തിയിട്ടില്ല. ലോഞ്ചിനൊപ്പം കമ്പനി അതിന്റെ വിലയും വെളിപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലാണ് വാഹന ലോകം. ഇപ്പോൾ 1 ലക്ഷം രൂപ അഡ്വാൻസ് നൽകി കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് വാഹനം ബുക്ക് ചെയ്യാം. കൂപ്പറിന്റെ ആദ്യ ബാച്ചിലെ 30 യൂണിറ്റുകളും വെറും 2 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായി ബുക്ക് ചെയ്തതായാണ് റിപ്പോർട്ട്. അപ്പോൾ 2022 വരുന്നത് വാഹന പ്രേമികൾക്ക് ആഘോഷമാക്കാനുള്ള എല്ലാ ചേരുവകളോടും കൂടിയാണ്. നേരത്തെ സൂചിപ്പിച്ച വാഹനങ്ങൾ മാത്രമല്ല, ഇനിയും ഒരുപാട് മോഡലുകൾ ഇന്ത്യയിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ കാർ ഫാക്ടറിയുടെ മറ്റൊരു വീഡിയോയ്ക്ക് കാത്തിരിക്കുക. കൂടുതൽ വാഹന വിശേഷങ്ങളുമായി ഉടൻ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. കാർ ഫാക്ടറിയുടെ എല്ലാ ഫ്രണ്ട്സിനും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ.